നമസ്കാരം. അസാമിലെ ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഞങ്ങൾ ഇന്ന് പോവുകയാണ്. ആ സ്റ്റേഷന്റെ പേര് വരുന്നത് ലിഡോ എന്നാണ്. ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള ഹെറിറ്റേജ് പാർക്ക്, അതായത് റെയിൽവേ മ്യൂസിയത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് ലോക്കോമോട്ടീവുകളൊക്കെ കാണാനുണ്ട്. ഈ കാണുന്ന ലോക്കോ ഇല്ലേ, ഇത് നമ്മുടെ ഡാർജിലിംഗ് ട്രെയിനിൻ്റെ ആ ഒരു സ്റ്റീം ലോക്കോമോട്ടീവാണ്. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. തിൻസുക്കിയ നഗരത്തിൽ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒന്ന് ന്യൂ തിൻസുക്കിയ ജംഗ്ഷനും മറ്റൊന്ന് തിൻസുക്കിയ ജംഗ്ഷനും. മറ്റേ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിനിപ്പോൾ ട്രെയിൻ കയറാനുള്ളത്. അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. ന്യൂ ടിൻസുക്കിയ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ കോഡ് NTSK എന്നാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മുടെ ട്രെയിൻ ഇപ്പം വരും. അതിന് മുന്നേ തന്നെ ഡിബ്രുഗഡിൽ നിന്ന് ലാൽഗഡിലേക്ക് പോകുന്ന അവധാസം എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. അതിന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് നിങ്ങൾ ഇവിടെ ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. നല്ല തിരക്കാണ്. ഇത് നമ്മളെ വണ്ടി വരുന്നുണ്ട്. അവധാസ രണ്ടും ഒരേപോലെ തന്നെ വരികയാണ്. ഇതാ ഇന്റർസിറ്റി എക്സ്പ്രസ്, ലീഡോ ഇന്റർസിറ്റി, ഗുവാഹട്ടി ലീഡോ. ഞങ്ങൾ ഇതിൻ്റെ അൺറിസർവ്ഡിലാണ് പോകുന്നത്. ഇതിൻ്റെ 3rd ACയും സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഉണ്ട്. അൺറിസർവ്ഡ് ഇവിടെ ആയിട്ട് വരും. অনুগ্ৰহ কৰি মন কৰিব, গাড়ীৰ সংখ্যা 1, 5, 6, 0, 3 গুৱাহাটী লিডো ইণ্টাৰচিটি এক্সপ্ৰেছ গুৱাহাটী পৰা লিডো লৈকে যাবলগীয়া 2 নম্বৰ প্লেটফৰ্মত ৰৈ আছে. ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 35 രൂപയാണ് ലീഡോയിലേക്ക് വന്നത്. പക്ഷേ അതിൽ കയറാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് TT ഉണ്ടായി. TTനോട് ചോദിച്ചു സ്ലീപ്പർ ക്ലാസ് കയറിക്കോട്ടെ എന്ന്. കാരണം എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. 11:18 ന്യൂ തിൻസുക്കിയ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് തിൻസുക്കിയ ജംഗ്ഷൻ. ആസാം ട്രങ്ക് റോഡാണിത്. ഈ റോഡും റെയിൽ ട്രാക്കും ഒരേപോലെയാണ്. ഡിബ്രുഗഡിൽ നിന്ന് തിൻസുക്കിയയിലേക്ക് വരുന്ന സമയം ഇങ്ങനെ തന്നെയാണ്. പതിനൊന്ന് 30 തിൻസുക്കിയ ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മെയിൻ ടൗൺ ഭാഗമൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ. TSK എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്.
കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തിരക്ക് പിടിച്ച ഏരിയ ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കൂടുതൽ റോഡുകളും ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ്. നല്ല രസമാണ്. ഒരു ബസ്സൊക്കെ വരുന്നത്. ട്രെയിൻ ഇപ്പോൾ മക്കും ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള അവസാനത്തെ ജംഗ്ഷനാണിത്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം 3 റൂട്ടുകളുണ്ട്. ഇനിയിപ്പോൾ പോകുന്ന ലീഡോ, മറ്റൊന്നുള്ളത് ടിൻസൂക്യ, പിന്നെ ഇവിടുന്ന് ഡാങ്കിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കുള്ള റൂട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഇതാ എടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളാണ് ഇതൊക്കെ. കൂടുതലും ഷീറ്റ് ഇട്ടിട്ടാണ്. വളരെ ചെറിയ വീടുകൾ. അസാമിലൂടെ യാത്ര ചെയ്യാൻ നല്ല അടിപൊളിയാണ്. ദിഗ്ബോയ് എന്ന സ്ഥലത്തെത്താനായേ അതിന് മുന്നേ ഒരുപാട് ഇൻഫൈനറികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒക്കെ ഉണ്ട് ഇതാ. ഇതേ അടുത്തൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12:13 ദിഗ്ബോയ്. ഈ ദിഗ്ബോയ് എന്ന് പറയുന്നത് ആസാമിന്റെ എണ്ണ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏഷ്യയിൽ ആദ്യമായിട്ട് എണ്ണക്കിണർ കുഴിച്ചെടുത്തത് ഈ പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് റിഫൈനറികളൊക്കെ കണ്ടല്ലോ. കൂടാതെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസാം ഓയിൽ ഡിവിഷന്റെ ആസ്ഥാനം കൂടിയാണ് ദിഗ്ബോയ്. ഇതിലൂടെ നടന്നു പോകാൻ സെപ്പറേറ്റ് വേറെ വഴി തന്നെയുണ്ട്. ഇങ്ങനെ വഴി ഉണ്ടെങ്കിൽ ആൾക്കാർ ഈ ട്രാക്ക് വഴി നടക്കൂലല്ലോ. നമ്മുടെ പെരിയാറിന് ഇതുപോലുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട് നടന്നു പോകാൻ സെപ്പറേറ്റ്. ഇവിടെ മാർക്കറ്റാണിത്. എത്ര അടുത്താണെന്ന് നോക്കി.
എത്ര അടുത്തല്ലേ എല്ലാം. അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർഗരിറ്റ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർഗരിറ്റ ഒരു വ്യത്യസ്തമായ പേരല്ലേ. അതായത് ഇറ്റാലിയൻ രാജ്ഞിയുടെ പേരിൽ നിന്നാണ് ആ ഒരു പദം ഉരുത്തിരിഞ്ഞു വന്നത്. ഒരുപാട് വ്യവസായശാലകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കൽക്കരി, പ്രധാനമായിട്ട് കൽക്കരി. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു നഗരം അറിയപ്പെടുന്നത് കോൾ ക്യൂൻ എന്ന പേരിലാണ്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒക്കെ വ്യവസായ പ്ലാന്റ് ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ തന്നെ തേയില തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഏഷ്യയിലെ തന്നെ ഒരു വലിയ തേയില ഉൽപ്പാദകരുടെ എസ്റ്റേറ്റുകളൊക്കെ ഉള്ളത് ഇവിടെ തന്നെയാണ്. ഇവിടെയൊക്കെ കൂടുതൽ കവുങ്ങാണ്. ഇതാ അടുത്ത് തന്നെയാണ് ലിഡോ. ലിഡോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവനും കൽക്കരിയാണ്. തെങ്ങ് ആ ഭാഗത്ത് നോക്കിയാലും അത് തന്നെയാണ്. ലോക്ക് വരെ സുഖമായിട്ട് കാണാം. ഒരു വ്യത്യസ്തമായ പ്രദേശം. ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നല്ല വളവുകളാണ്. സ്റ്റേഷൻ എത്തിയതാ, അതാണ് ലിഡോ സ്റ്റേഷൻ. ന്യൂ തിൻസൂക്യ ജംഗ്ഷനിൽ നിന്നും 55 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ലിഡോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തുള്ള അവസാന സ്റ്റേഷൻ. നിലവിൽ സർവീസ് ഇവിടെ വരെയാണ്. ലിഡോ ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഇതേ നമ്മൾ ട്രെയിൻ ഇറങ്ങി, ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോവുകയാണ്. എവിടെയാണ് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഒരു ടൗൺ ഭാഗത്തേക്ക് പോകണമല്ലോ. സ്റ്റേഷനിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയാണ് ലിഡോ റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെയാണ്, വളരെ ചെറിയൊരു സ്റ്റേഷൻ. മെയിൻ എൻട്രൻസ് ഒക്കെ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ടൗൺ ഭാഗം ഉണ്ടല്ലോ, അവിടത്തേക്ക് ഇനിയിപ്പം ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ നടന്നിട്ട് പോവാം. കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തായാലും കാണണമല്ലോ. ഇവിടെ അത്യാവശ്യത്തിന് കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഒരുപാട് ഓട്ടോകളുണ്ട് ഇവിടെ എല്ലാം. എന്തായാലും ഒരു പ്രോപ്പറായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഏരിയ ഉണ്ടാവുമല്ലോ. നമുക്ക് ആ ഭാഗത്തോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബ്ലോക്കായി. അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്. ഇവിടുന്ന് തൊട്ടടുത്താണ് അരുണാചൽ പ്രദേശ്. ബോർഡറോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ബാറ്ററി വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പോകുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ ഇതാണ് ലിഡോ എന്നുള്ള ഒരു ചെറിയ പട്ടണം. ആസാമിൻ്റെ തന്നെ ഏറ്റവും അറ്റത്തുള്ളൊരു സ്ഥലമാണല്ലോ. ഈ ലോക്കോമോട്ടീവ് ഇല്ലേ, ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ആയിരുന്നു. WDP 4D. ഇനിയിപ്പോൾ അത് ആ ഒരു ഡയറക്ഷനിൽ മാറ്റും. അങ്ങോട്ട് പോയി. ഇനി ഈ ട്രെയിൻ തന്നെയാണ് നമുക്ക് തിരിച്ചു പോകാനും ഉള്ളത്. ലിഡോ സ്റ്റേഷൻ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷൻ അല്ല. ഇതിലൂടെ ട്രാക്ക് പോകുന്ന കണ്ട. ഇത് നേരെ ലക്കാപാനി എന്ന സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടത്തേക്ക് നിലവിൽ ട്രെയിൻ സർവീസ് ഒന്നുമില്ല. അപ്പോൾ സർവീസ് അവസാനിക്കുന്ന ഒരു സ്റ്റേഷനാണ് ലിഡോ. അതായത് നമുക്ക് ട്രെയിൻ വഴി കടന്നു വരാൻ പറ്റുന്ന ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ അവസാന സ്റ്റേഷൻ ലിഡോ തന്നെയാണ്.
എത്ര അടുത്തൂടെയാണ് ഈ ഒരു ട്രാക്ക് കടന്നതെന്ന് നോക്കിയേ. ഈ ട്രാക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അധികം വണ്ടികളൊന്നും കടന്നു പോകുന്നില്ല എന്ന്. മൊത്തം പൊടി പിടിച്ച് കിടക്കുക. അപ്പോൾ ഇതാ ഈ നേരെ ലിഡോ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഈ ട്രാക്ക് പോകുന്നത്. മറ്റേ ലൈൻ വരുന്നത് നേരെ ഇതാ അങ്ങനെയാണ്. നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. ലിഡോയില് എല്ലാം വളരെയധികം ചെറിയ ചെറിയ കടകളാണ്. എല്ലാ കടകളും ഉണ്ട്. ഹോട്ടലുണ്ട്, നമ്മുടെ കോഴിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. എല്ലാം ചെറിയ കടകളാണ്. പിന്നെ നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് അരുണാചൽ വണ്ടികളുണ്ട്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണേ. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കാമായിട്ടുള്ളൊരു ഭാഗം തന്നെ. എന്നിട്ട് ഇവിടുന്ന് അടുത്തൊരു വണ്ടി ഇപ്പം തന്നെ അത് തിരിച്ചു പോവും. അപ്പോൾ അതിൽ തന്നെ കയറി തിരിച്ചു പോകാൻ തന്നെ കരുതി. വേറെ വണ്ടിയൊന്നും ഇനിയിപ്പം തിൻസുക്കിയയിലേക്കില്ല. 3:25 ഈ ട്രെയിനിന് തിരിച്ച് നേരെ ഗുവാഹട്ടിയിലേക്ക് പോവുക. ഞങ്ങളിതിൻ്റെ അൺറിസർവ്ഡിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തായാലും അതിൽ തന്നെ കയറാം, കാരണം തിരക്കൊന്നും ഉണ്ടാവില്ല. 3:25 ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ എടുക്കുക. 2:09 സമയം. ലിഡോ സ്റ്റേഷൻ്റെ കോഡ് LEDO തന്നെയാണ്. ആ പേര് തന്നെയാണ് സ്റ്റേഷൻ്റെ കോഡായി വരുന്നത്. ഇനിയിപ്പോൾ അൺറിസർവ്ഡ് അങ്ങ് പോയി കാരണം ആ മുൻഭാഗത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലിഡോ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചും ഇതിൻ്റെ സമീപത്തെ കുറച്ച് സ്ഥലത്തെക്കുറിച്ചും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ റെയിൽവേ സ്റ്റേഷനിൽ അധികം ട്രെയിനുകളൊന്നും തന്നെ വരുന്നില്ല. പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും സർവീസ് ചെയ്യാനാണ് ഈ വണ്ടി. ഇത് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഡെയിലി ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 ദിവസം റംഗിയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. പിന്നെ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും മുർക്കങ്ക സെലക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന ഒരു DMU അത്രമാത്രം ട്രെയിനുകളെ ഇവിടുന്ന് സർവീസ് ഉള്ളൂ. നിലവിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള അവസാനത്തെ ബ്രോഡ് ഗേജ് നമ്മുടെ പാസഞ്ചർ യാത്രക്കാർക്ക് വന്ന് ഇറങ്ങുന്ന അവസാനത്തെ സ്റ്റേഷൻ ഇത് തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു ട്രാക്ക് കണ്ടല്ലോ, അപ്പോൾ അത് നേരെ പോകുന്നത് ലക്കാപാനി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്. അതായത് എന്തു പറയാം, ഈ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേൻ്റെ അവരെ നിലവിൽ ആ ഒരു പണ്ട് സമയത്ത് മീറ്റർ ഗേജ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഈ കൽക്കരി ലോഡിംഗ് ടെർമിനലായിരുന്നു അത്. ഇപ്പം നിലവിൽ അങ്ങോട്ടേക്ക് പാസഞ്ചർ ട്രെയിനുകൾ ഒന്നും തന്നെ പോകുന്നില്ല. 1993 അവിടെ അവസാനമായിട്ട് ട്രെയിൻ പോയത്. പിന്നെ അതിന് ഇമ്പോർട്ടൻ്റായി വേറെ സംബന്ധിച്ചാൽ 2ാം ലോക മഹായുദ്ധമായത് ഭയങ്കരമായിട്ടൊരു പ്രധാനമുള്ള സ്ഥലമാണ്. കാരണം അവിടത്തേക്ക്, അതായത് ഇവിടുന്ന് നമ്മുടെ മ്യാൻമർ ബർമ്മ വഴി ചൈനയിലേക്ക് ഈ അമേരിക്കയും ബ്രിട്ടീഷ് അവരൊക്കെ സൈനിക സംഭവങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പാത പണിയുണ്ടായി. അതിൻ്റെ പേര് സ്റ്റിൽവെൽഡ് റോഡ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആരംഭം അവിടെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടിപ്പം ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ഒന്നുമില്ല, ആളും ഒന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു ചരിത്ര പ്രധാനമായ സ്ഥലമാണ്. അപ്പം ലെഡോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ശരിക്കും നമ്മുടെ മ്യാൻമർ അയൽ രാജ്യത്തേക്ക് 64 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. അരുണാചൽ പ്രദേശ് തൊട്ടടുത്ത് തന്നെയാണ്. ലിഡോ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇവിടെ വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ട്രാക്കുകൾ ഒരുപാടുണ്ട്. അങ്ങനെ നല്ലൊരു സ്ഥലത്ത് തന്നെ സീറ്റൊക്കെ കിട്ടിയിരിക്കുകയാണ്. 1 മണിക്കൂറും കൂടി ഉണ്ട് വണ്ടി പുറപ്പെടാൻ. 35 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്താണല്ലോ നിലവിൽ ഞങ്ങളിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലിഡോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ബോർഡർ കാണുന്നില്ലേ, ഇത് അസം അരുണാചൽ പ്രദേശ് ബോർഡറാണ്. ഇത് അരുണാചൽ പ്രദേശ് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ ഈ ഒരു മെയിനായിട്ടൊരു കറുത്ത സംഭവമില്ലേ, ഇത് കാണുന്നത് അടുത്ത വേറെ രാജ്യം, അതായത് മ്യാൻമർ, ബർമ്മ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ചൈനയാണ്. അപ്പം എന്താ പറയുക, എല്ലാം അടുത്തടുത്താണ്. അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം കൂടിയാണ് ലിഡോ. 3:25 ലിഡോ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഓൺ ടൈമിന് തന്നെ വണ്ടി എടുത്ത്. ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5 മണിയായി. നല്ല ഇരുട്ട് വന്നു. 1 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഈ ട്രെയിൻ ദീമാപൂർ വഴിയാണ് ഗുവാഹട്ടിയിലേക്ക് പോകുന്നത്. നാളെ രാവിലെ ഇത് ഗുവാഹട്ടിയിലെത്തും. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണല്ലോ റെയിൽവേ സ്റ്റേഷൻ. ആ തൊട്ട് മുകളിലായി ഒരുപാട് പെയിൻറ്റിംഗ് ഒക്കെ കാണാം നമുക്കിതാ.
ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷൻ കാണാനാണല്ലോ നമ്മളിന്ന് പോയത്. അതോടൊപ്പം തന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് പകർത്താനായി സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യന്റെ വ്യത്യസ്ത ഭാഗത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഞങ്ങൾക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതെ. അത് പറയുവാണെങ്കിൽ ഏറ്റവും തെക്കേ ഭാഗത്തെ സൗത്തിലത്തെ ഏറ്റവും റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കന്യാകുമാരിയാണ്. നമ്മൾ അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്തിൽ വടക്ക് ഭാഗത്ത് വരുന്നത് ജമ്മു കാശ്മീര് ബാരാമുള്ളയാണ്. അവിടെ ഞങ്ങൾ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നതാ കിഴക്ക് ഭാഗത്ത് ആദ്യമായിട്ട് പോയി ലഡോയിലൊക്കെ പോയി അത് കണ്ടൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗം പറയുകയാണെങ്കിൽ ഗുജറാത്താണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഓക്ക അതുപോലെ തന്നെ ഭുജൊക്കെ നമ്മൾ പറയും. അതിലേതാണ് ചെറിയൊരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. പക്ഷെ ഓക്കയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, ഭുജിൽ പോയിട്ടില്ല. പക്ഷെ അതുപോലെ തന്നെ ഒഫീഷ്യലി നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായി എടുക്കുകയാണെങ്കിൽ നളിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വരും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് കാണുന്നത്. പക്ഷെ അവിടത്തേക്ക് ട്രെയിൻ ഒക്കെ ഉണ്ടോ? ട്രെയിൻ ഇല്ല. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ശരിക്കും നല്ലൊരു, അതായത് നമ്മൾ ഇന്ന് പോയ ലിഡോക്ക് ശേഷം ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ ലക്കാപ്പാനി. പക്ഷെ അത് കണക്കിൽ കൂട്ടുന്നില്ലല്ലോ, കാരണം അവിടത്തേക്ക് സർവീസ് ഇല്ലല്ലോ. അതെ. അപ്പം അങ്ങനെ ഗുജറാത്തിന്റെ ആ ഒരു മാപ്പൊക്കെ അങ്ങനെ വരുന്നത്. പക്ഷെ എന്നാലും നമ്മളെ ഭുജും കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. അതെന്തായാലും ഞങ്ങൾ പോകും. ആ ഒരു ഭാഗം മുഴുവൻ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. നല്ല ഫോണടിയാണ് ഇവിടെ, ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യന്റെ റെയിൽ നെറ്റ്വർക്ക് എത്ര ഉണ്ടല്ലോ, എവിടെയൊക്കെ ഉണ്ട് അല്ലേ? അത്രയും വിശാലമായി കിടക്കുവാണല്ലോ. അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മനസ്സിനോട് ബൈ ബൈ.